അനുമോളെ വെള്ള പൂശാൻ ഇനി പെയിന്റ് ഒന്നും ഇല്ലേ, വെള്ള പെയിന്റ് ഒക്കെ തീർന്നോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉദ്ദേശിച്ചതല്ല. കാരണം അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടോക്കിലേക്ക് എത്തിക്കാൻ പാകത്തിന് ഞാൻ അത്ര വലിയ സംഭവമൊന്നും അല്ല. ഒരു ഒപ്പീനിയൻ ലീഡറായിട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിവാക്കിയത്. ബട്ട് സീരിയൽ ഗ്രാൻഡ്മയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ടുള്ള കുറച്ചധികം പേഴ്സണൽ മെസ്സേജസിനെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞത് വെച്ചിട്ടല്ല ഞാൻ അനുമോൾക്കെതിരെ സംസാരിച്ചത്. തൊട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ആര്യൻ ജിസേൽ വിഷയത്തിൽ അനുമോൾ എടുത്ത സ്റ്റാൻഡും അനുമോളുടെ സംസാരവും വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോൾ അനുമോളിന്റെ കംപ്ലീറ്റ് ഒരു വേർഷൻ മാറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പെട്ടെന്നൊരു ചാട്ടം ഉണ്ടല്ലോ, അത് ആദിലയും നൂറയും ഒക്കെ അവിടെ സംസാരിച്ച കേസാണ്. ഇത് കണ്ടപ്പോഴാണ് ഓക്കെ, ഇത് അനുമോൾക്ക് അത്ര നല്ലതല്ല, ഇതൊരു ചീപ്പ് ഗെയിം ആണ്, അനുമോൾ കളിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു ഒപ്പീനിയനിലേക്ക് ഞാൻ എത്തിയത്. പിന്നെ അതിൻ്റെ പേരിൽ കഴിഞ്ഞ ഒരു 4 ആഴ്ച അനുമോൾക്ക് സംഭവിച്ച ഒരു കാര്യത്തെയും എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അനുമോൾ പ്രാവിയിട്ടുണ്ട്, വീട്ടിലുള്ളവരെ വിളിച്ചിട്ടുണ്ട്, അനുമോൾ ചീത്ത വിളിച്ചിട്ടുണ്ട്, അനുമോൾ കുറേ മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അനുമോൾ റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ജിസേല് റൂള് ബ്രേക്ക് ചെയ്ത ആ സെയിം റൂൾ ബ്രേക്കിംഗ് തന്നെ അനുമോളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഈ ഒരു സീസൺ ഇവിടെ നിർത്തിവെക്കും എന്നൊരു അനൗൺസ്മെന്റ് നടത്തിയതിന് ശേഷമാണ് അനുമോൾ കൂടുതൽ ഇത് കോൺഷ്യസ് ആവുകയും ജിസേലിനെ കൂടുതൽ വാച്ച് ചെയ്ത് CID പണിയൊക്കെ നടത്തിയത്. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ജിസേല്, റെന, അക്ബർ, അപ്പാനി, ആര്യൻ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ അനുമോളുടെ ആ ഒരു പ്രൊഫഷൻ, അതായത് സീരിയൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ അതിന് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഈ ബിഗ് സ്ക്രീൻ കാണുന്നത് പോലെ മിനി സ്ക്രീൻ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ്, അതൊരു ബിസിനസ്സാണ്, അതും ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരുപാട് പേര് ജീവിച്ചു പോകുന്നത് ഈ ഒരു തൊഴിലുണ്ടാണ്. അതൊരു തൊഴിലാണ്, അതൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അതും ഒരു ലെവൽ സംഭവമാണ് ഡേ. അപ്പോൾ അതിനെയൊക്കെ അങ്ങേയറ്റം തരം താഴ്ത്തി അതൊരു സീരിയൽ നടിയാണ്, അയ്യേ അതൊന്നും ഒരു നായികയല്ല എന്ന് മോശമായിട്ട് പറഞ്ഞതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ട് ആര്യനും ജിസേലും റെനയും, എസ്പെഷ്യലി അക്ബറും അപ്പാനിയും റെനയും ഒക്കെ ഇത് ഒരുപാട് സംസാരിച്ചതാണ്. അതുപോലെ തന്നെ റെന ഫാത്തിമ അനുമോളെ ഒരുപാട് പ്രൊവോക്ക് ചെയ്ത രീതി, വളരെ ചീപ്പായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് റെന ഫാത്തിമ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതിനകത്ത് അനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്നും ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ ഇന്നും അനുമോളെ തന്നെയാണ് അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യുക. അത്രയും ഇറിറ്റേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അനുമോള് തിരിച്ച് അങ്ങേ അറ്റം ഒറ്റപ്പെടലും എല്ലാം ഫീൽ ചെയ്തതിനു ശേഷമാണ് പ്രാകുന്നതായിക്കോട്ടെ, അങ്ങനെ ചീത്ത വിളിച്ചതായിക്കോട്ടെ, അനുമോൾ ആ ചീത്ത വിളിച്ചതോ പ്രാഗിയതോ ഞാൻ ഗുഡാണെന്നോ നല്ലതാണെന്നോ പറഞ്ഞിട്ടേ ഇല്ല. അത് അവര് അവസാനം ഒരു വഴിയില്ലാതെ വന്നപ്പോൾ അവർ സംസാരിച്ചു പോയി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ഗെയിം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ അവസാനത്തെ ആ ഒരു ലിപ്സ്റ്റിക്ക് തുടച്ച കേസ് തൊട്ടാണ് ഞാൻ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. അനുമോള് ഒരു പരിധി ഒരു ബൗണ്ടറി വിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒന്നും ദേഹത്ത് ഒരാൾ വന്നിട്ട് ലിപ്സ്റ്റിക് തുടയ്ക്കാൻ ടിഷ്യൂ എടുത്താലോ അല്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് തോളെ കൈ വെച്ചാലോ എനിക്ക് ഇഷ്ടമില്ലാത്ത മീൻസ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനും റിയാക്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളെ ഇഷ്ടത്തോടെ ഒരാൾ തൊട്ടാൽ പോലും, ഇഷ്ടത്തോടെ ഉള്ള ഒരാൾ തൊട്ടാൽ പോലും നമുക്ക് ആ ടച്ച് ഒരു ബാഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ പിന്നെ അനുമോള് ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോയി ജിസേലിന്റെ മുഖം തുടച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ലാലേട്ടൻ വന്ന് അത് അനലൈസ് ചെയ്യുന്ന സമയത്തും ലാലേട്ടൻ അത് പറയുന്നുണ്ട്, നിങ്ങൾ വാക്കുകൾ കൊണ്ട് തർക്കിക്കൂ, നിങ്ങൾ ചീത്ത വിളിക്കുന്നെങ്കിൽ ചീത്ത വിളിച്ചോ, പക്ഷേ ഒരു പരിധി വിട്ട് ചീത്ത വിളിച്ചാൽ പണി കിട്ടും കേട്ടോ. കാരണം ചീത്ത വിളിക്കാതെ നമ്മൾ ഒരിക്കലും ഇരിക്കത്തില്ല. നമുക്ക് എന്ത് ദേഷ്യം വന്നാലും ആദ്യം വായിന്ന് വരുന്നത് ചീത്ത വിളിയൊക്കെ തന്നെയാണ്. പിന്നെ വീട്ടുകാരെ വിളിക്കുന്നതും അല്ലെങ്കിൽ അങ്ങേയറ്റം മോശം വൃത്തികെട്ട വാക്കുകൾ വിളിക്കുന്നതിനൊക്കെ ഇവിടെ വിലക്കുണ്ട്. ആ വിലക്കുകളൊക്കെ ലംഘിച്ച് എല്ലാവരും ചെയ്തു പോകുമ്പോൾ ലാലേട്ടൻ്റെ നിന്ന് എന്തായാലും കേൾക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അത് പ്രേക്ഷകർ നെഗറ്റീവായിട്ട് വിലയിരുത്തുകയും ചെയ്യും. ഈ പറയുന്ന ഒനീലും അഭിയും ഒക്കെ ഒരു സമയത്ത് വിളിച്ച, അല്ലെങ്കിൽ ഒനീല് വിളിച്ച പല വൃത്തികെട്ട വാക്കുകളും, അപ്പാനി ലാസ്റ്റ് വിളിച്ച അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു വാക്ക് ആദിലയെ വിളിച്ചിട്ടുണ്ട്, നമ്മളെ ഒന്നും കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പ്രീവിയസ്ലി സംഭവിച്ചു. അതുപോലെ തന്നെ അനുമോൾക്ക് സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ തന്നെ അനുമോൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ബട്ട് അവിടെ ഒരു ഏറ്റക്കുറച്ചിൽ നോക്കുവാണെങ്കിൽ അനുമോളുടെ ഭാഗത്ത് കുറച്ചധികം നന്മയുണ്ടായിരുന്നു. കാരണം റിയൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ തെറ്റുകളൊക്കെ തന്നെ അനുമോൾക്ക് സംഭവിച്ചത് എന്നും ഞാൻ പറഞ്ഞു. ആ 30 വയസ്സിന്റെ പക്വതയോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കാര്യമോ അനുമോൾക്കില്ല, അതിനുള്ള ഒരു ബുദ്ധിയില്ല. ആൾക്കാർ എന്താണോ സംഭവിച്ചത് എന്ന് ലാലേട്ടനോടെന്നല്ല, ഒരു വ്യക്തിയോട് നന്നായി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് പോലും അനുമോൾക്കില്ല എന്നുള്ളത് ഉൾപ്പെടെ ഞാൻ പറയുമായിരുന്നു. അതൊരു സപ്പോർട്ടല്ല, അത് ആ ആളുടെ അവസ്ഥയാണ്, ആ ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ കേസ് തൊട്ട് അനുമോൾ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന ആര്യനും ജിസേലുമാണ്.
അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഇന്നലെ നടന്ന ഒരു ദിവസത്തിൽ, ഇന്നലത്തെ ആ ദിവസം തന്നെ ആര്യൻ അനുമോളെ കുറിച്ച് പറഞ്ഞ ഒരു വൃത്തികേടുണ്ട്. അതായത് അനുമോള് കാലിൽ തൊട്ട് തലോടി പാന്റിന്റെ ഇടയിൽ കൂടെ ഒക്കെ ചവിട്ടി തൊട്ടു എന്നുള്ള വെറും വൃത്തികെട്ട വർത്തമാനം ആര്യൻ പറഞ്ഞു. ആ ആര്യൻ പറഞ്ഞ കാര്യം മുങ്ങിപ്പോയത് ഈ ജിസേലിന്റെയും ആര്യന്റെയും കാര്യം എടുത്ത് അനുമോൾ ഇട്ടത് കൊണ്ട് മുങ്ങിപ്പോയ ഒരു കാര്യമാണ്. ആര്യൻ പറഞ്ഞ ആ കാര്യത്തെയൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ന്യായീകരിക്കത്തില്ല. പക്ഷെ അനുമോള് ഇതൊരു ഗെയിമായിട്ട് കണ്ട് ചീപ്പായിട്ട് പറയുകയാണെങ്കിൽ പോലും അത് വലിയ തെറ്റാണ്. അത് മാത്രമല്ല, ഒരു ബെഡ്ഷീറ്റിന്റെ അടിയിൽ എന്ത് നടന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നിങ്ങളിപ്പോൾ കടപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, തിരുവനന്തപുരം, കനകക്കുന്ന്, മാനവീയം, ഇവിടെയൊക്കെ കുറച്ചധികം ഈ കപ്പിൾസ് ഒക്കെ വന്നിരുന്ന് ഓരോന്നൊക്കെ ചെയ്യും. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലെന്ന് കരുതി പോവുക. അവരത് ചെയ്യുന്നവരുണ്ടായിരിക്കും. അതിനെ ആ ലെവലിൽ കാണുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് സദാചാര ഗുണ്ടകളാണ്. അങ്ങനെ ഇരിക്കുന്ന കപ്പിൾസിനെ ചെന്ന് നീ എന്തുവാടാ ഈ വൃത്തിയോട് കാണിക്കുന്നത്, നിനക്കൊക്കെ വീട്ടിൽ പോയി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്ന ആൾക്കാരുണ്ട്, സദാചാര ഗുണ്ടകൾ. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ഇത് കണ്ടിട്ട് കണ്ടോ ഇതൊക്കെ വീട്ടുകാരെ പഠിപ്പിച്ച് വിടുന്നു, എന്ത് വൃത്തികെട്ടവളാ അവള്, അവന്റെ കൂടെ കറങ്ങി നടക്കുന്നു എന്ന് പെണ്ണുങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്ന വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഈ പറയുന്ന ഇതിൽ നടുക്ക് ഈ അവസാനം പറഞ്ഞ ഈ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അതായത് കണ്ടിട്ട് കണ്ടാ എന്ന് പറയുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ അനുമോള് കാണിച്ചിരിക്കുന്നത്. അത് അത്രയും വലിയൊരു വൃത്തികെട്ട രീതിയിൽ വിചാരണ നടത്താൻ ഇപ്പൊ നെവിൻ, അത് ആ സമയത്ത് അങ്ങനെ മാത്രമേ നെവിന് ചെയ്യാൻ പറ്റൂ. നെവിൻ ചെയ്തതിൽ എനിക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഒരു വീട് മൊത്തം കുറച്ചാൾക്കാർ ഇവിടെ ഇരുന്ന് കുറച്ചാൾക്കാർ അവിടെ ഇരുന്ന് അങ്ങനെ 4, 3, 7 രീതിയിലൊക്കെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ അതിനെ എല്ലാം കൂടെ വിളിച്ച് ഒറ്റ ലിവിങ് റൂമിൽ ഇരുത്തി സംസാരിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ആ വിചാരണ നടക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ഡെമോൺസ്ട്രേഷൻ കാണിക്കാനും അതിനും ഇതിനുമൊക്കെ ജിഷ്ണും അനുമോളും നടത്തിയ ആ ഒരു ഡ്രാമ അത് ചീപ്പായി പോയിന്നേ പറയാൻ പറ്റൂ. ഇന്നലെ ആ അനുമോള് ചെയ്ത വിചാരണയും പ്രവർത്തികളും എല്ലാം ഈ വൈൽഡ് കാർഡ് വന്നതിന്റെ കോൺഫിഡൻസ് ആണ്. പുറത്ത് തനിക്ക് സപ്പോർട്ട് ഉണ്ട് എന്നറിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തും കാണിക്കാമെന്നോ എന്തും പറയാമെന്നോ അനുമോളും കരുതരുത്. അത് അനുമോളിന്റെ ഒരു ചൈൽഡിഷ്നെസ്സോ അല്ലെങ്കിൽ കുറച്ച് ചാബല്യം ഉള്ളതുപോലെ അനുമോള് പെരുമാറുന്നത് കൊണ്ടോ അതിനെ ഇരുന്ന് വെളുപ്പിക്കാനോ ന്യായീകരിക്കാനോ എന്തായാലും എനിക്ക് കഴിയത്തില്ല. കാരണം ഞാനും ഈ പറയുന്ന ജനറേഷനിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനിച്ചത് നമ്മൾ ഏത് കാലത്താണെങ്കിലും കാലം പോകുന്നതനുസരിച്ച് കാലത്തിനൊപ്പം പോയേ പറ്റൂ. കാരണം കാലം കഴിഞ്ഞു പോകും. നമ്മൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബസ് കിട്ടാതെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ജീവിക്കണമെങ്കിൽ പുതിയ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസും ഈ പറയുന്ന കോഡിങ്ങും പൈത്തണും ജാവയും ഒക്കെ ഉള്ള ഒരു കാലത്ത് നമ്മളിപ്പോഴും വീട്ടിരുന്നിട്ട് പുതപ്പിനടിയിൽ എന്താണ് നടന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ നടക്കൂല. അതൊക്കെ അവരുടെ പേഴ്സണൽ ഫ്രീഡമാണ്. അതിനകത്ത് വ്യക്തമായിട്ട് കുറേയധികം പോയിന്റ്സുകൾ പറയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് വരുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ പറഞ്ഞിട്ടും അവർക്ക് ഈ പറയുന്ന കൂട്ടുകെട്ടിനകത്തിരുന്ന് ഓരോന്ന് സംസാരിക്കേണ്ടി വരും. അതൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ നിലപാടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ റിവ്യൂ ചെയ്യുന്നത് പോലും എനിക്ക് നല്ലൊരു നിലപാടായിട്ട് തോന്നുന്നില്ല. ബട്ട് ദിസ് ഇസ് മൈ പ്രൊഫഷൻ, ദിസ് ഇസ് മൈ വർക്ക്, സോ എനിക്കത് ചെയ്തേ പറ്റൂ. എന്നിട്ടും ഞാൻ ഇന്നലെ കൺഫ്യൂഷനായി. ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം അനുമോള് പറഞ്ഞത് അവിടെ സംഭവിച്ചിട്ടുണ്ട്, ആണുങ്ങളെല്ലാം ഒണ്ണകളാണെന്നുള്ളൊരു വാക്ക് എനിക്കത് തെറ്റാണ്. പക്ഷേ ബിഗ് ബോസിനകത്ത് അനുമോൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് സത്യമുണ്ട് എന്ന് തോന്നി. കാരണം ജിസേലിനെ മാത്രം ഒരു പ്രിവിലേജ് കൊടുത്ത് കണ്ടതുകൊണ്ട് അനുമോൾ ആ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അനീഷൊന്നും ഈ പറയുന്ന മൊണ്ണ പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും ആര്യനും ജിസേലിനും അവിടെ ഒരു പ്രിവിലേജ് ഉണ്ട്. അവർ രണ്ടുപേരും ഒരുമാതിരി ബോംബെ വാല ഗ്രൂപ്പുകളായിട്ട് അവിടെ നന്നായിട്ട് സ്വേച്ഛാധിപതികളായിട്ട് നടന്നിട്ടുണ്ട്. ആര്യനും ജിസേലും എന്ത് പറഞ്ഞാലും അവർ ടാസ്കിന് നല്ലത്, അവർ പറയുന്നത് എല്ലാം ശരി എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട്. അപ്പൊ അനുമോളെ പോലെ പ്രിവിലേജ് ഒന്നും ഇല്ലാത്ത ഏതോ ഒരു കൊച്ചു നാട്ടിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു സീരിയൽ നടിക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? ഈ പറയുന്ന രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അനുമോൾക്ക് അന്ന് ഞാൻ സപ്പോർട്ട് കൊടുത്തു. ഇന്ന് അനുമോളുടെ ഗെയിം കുറച്ച് മോശമായി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് സപ്പോർട്ടൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഈ പറയുന്ന ഇപ്പം ജിസേല് ആക്ച്വലി റിയൽ ലൈഫിൽ പുള്ളിക്കാരിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജിസേലിന്റെ വീഡിയോസ് നിങ്ങൾ കാണുക, ജിസേൽ അഭിനയിച്ചിട്ടുള്ള മൂവികൾ കാണുക. ജിസേൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള, ജിസേൽ ഇടുന്ന ഡ്രസ്സസ് ആയിക്കോട്ടെ, അത് ബിഗ് ബോസ് ഹൗസിനകത്ത് കുറെ കൂടെ മാന്യമായിട്ടുള്ള ഡ്രസ്സുകൾ എന്ന് സമൂഹം പറയുന്ന വാക്കാണ്, മാന്യമായിട്ടുള്ള ഡ്രസ്സ്, അതാണ് ജിസേൽ ഇടുന്നത്. പക്ഷേ ജിസേൽ പുറത്ത് ഇങ്ങനെയൊന്നും അല്ല. ജിസേൽ ഈ പറയുന്ന കണക്ക് ഒരാളെ ഉമ്മ വെക്കുന്നതൊന്നും വലിയ സംഭവമായിട്ട് പൊക്കിപ്പിടിക്കുന്ന ഒരാളേ അല്ല. ജിസേലിന്റെ സെക്ഷൽ ലൈഫ്, ഒരു വ്യക്തിയുടെ സെക്ഷൽ ലൈഫ്, അതിന് എന്തൊക്കെയാണെങ്കിലും അവരുടെ പേഴ്സണൽ കാര്യമാണ്.
എത്ര ആൾക്കാരുടെ കൂടെ കമ്പനി അടിച്ചിട്ടുണ്ടെന്നോ അവരെത്ര കൂടെ പോയി എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ മാത്രം പേഴ്സണൽ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് സ്ലട്ട് ഷെയ്മിങ്ങും കൂടിയാണ്. നമ്മളത് പറയുന്നുണ്ടെങ്കിൽ, നമ്മളത് ചർച്ച ചെയ്യേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ നമ്മൾ സ്ലട്ട് ഷെയിം ചെയ്യുകയാണ്. അതിപ്പോ അനുമോളെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കാരണം അനുമോളെ കുറേ പേര് അത്തരത്തിൽ മോശമായിട്ട് പറയുന്നുണ്ട്. ഈവൻ സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ വിതുരയുമായിട്ട് അവർക്കൊരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ഗെയിമിന്റെ ഭാഗമായിക്കോട്ടെ, അതൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിക്കോട്ടെ, അതൊക്കെ വലിയ വൈറലായ വലിയ വലിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ അത് വെച്ച് കഥ ഉണ്ടാക്കാനും അത് ആ കഥ കേൾക്കാനും നിൽക്കുന്നവര് സ്ലട്ട് ഷെയിമിന്റെ ഭാഗമാവുകയാണ്. ജിസേലിനെ വെച്ച് ഇത് പറഞ്ഞാൽ ജിസേലിന് ഇതൊന്നും ജിസേലിന്റെ ലൈഫിനെ ബാധിക്കില്ല. ബാധിക്കാൻ പോകുന്നത് അനുമോൾക്ക് മാത്രമാണ്. ബിക്കോസ് അതാണ് രണ്ട് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പ്രിവിലേജ് എന്ന് പറയുന്നത്. ജിസേൽ മോഡേൺ ഡ്രസ് ഇട്ടാൽ ആരും ഒന്നും പറയണമെന്നില്ല. അനുമോൾ പക്ഷേ മോഡേൺ ഡ്രസ് ഇട്ട ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അത് മാറ്റാൻ നമുക്ക് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എനിക്കിതൊന്നും, ഇപ്പൊ ജിസേൽ ഇടുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, ഞാനും നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടും. പുറത്തു പോകുമ്പോൾ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ചിലപ്പോൾ സാരി ഉടുക്കും, ചിലപ്പോൾ മോഡേൺ ഡ്രസ്സ് തന്നെയായിരിക്കും ഇടുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. പക്ഷേ പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് അവിടെ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതുകൊണ്ടും അത് കാണുന്ന ഓഡിയൻസ് ഇങ്ങനെ ആയതുകൊണ്ടും നമ്മളൊക്കെ പല രീതിയിൽ വിശകലനം ചെയ്യാനും നിരൂപണം ചെയ്യേണ്ടിയും വരും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് അങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയച്ചാലും ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ, ഇപ്പം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതേപോലെ തന്നെ ഇതൊന്നും റിവ്യൂ ഒന്നും ചെയ്യാതെ തന്നെ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും, ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പം ഇത് രണ്ടും കൂടെ മിങ്കിൾ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റൂ. ഭയങ്കര ന്യൂട്രൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പറഞ്ഞിട്ടോ എനിക്കൊന്നും വേണ്ട. എൻ്റെ വീഡിയോ കാണുന്നവർ കണ്ടാൽ മതി. നിങ്ങൾക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 10 or 12+ സബ്സ്ക്രൈബേഴ്സ് ആണ്. എൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു കിട്ടുന്ന വ്യൂസ് ഒക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറേ കമൻസ് ഒക്കെ വന്നതുകൊണ്ടും കുറേ മെസ്സേജസ് വന്നതുകൊണ്ടും പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞാൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, ബൈ. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.